ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ബ്ലെസ്സി സാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഞാൻ അധികം പറയണമെന്ന് തോന്നുന്നില്ല. കാരണം 14 വർഷങ്ങൾക്ക് ശേഷം ഒരു ബ്ലെസ്സി ചിത്രം വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. കാരണം ഈ ഒരു 14 വർഷ കാലയളവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞ് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ആ ഒരു എഫേർട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതിനൊപ്പം തന്നെ പറയേണ്ട ഒന്ന് രണ്ട് പേരുകളുണ്ട്, രണ്ടല്ല, ഈ ഒരു ടീമിനെ മൊത്തത്തിൽ പറയണം. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയണം എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ആദ്യം ആ ബ്ലെസ്സി സാറിനെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. കാരണം അദ്ദേഹത്തിൻ്റെ 5 6 സിനിമകളാണ് ആകെ ഇതുവരെ റിലീസായിട്ടുള്ളത്. ആ സിനിമകളൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു സിനിമയാണ് ആദ്യമായിട്ട് കാണുന്നത് തിയേറ്ററിൽ നിന്ന്. ഭ്രമരൻ ഞാൻ കണ്ടതാണോ തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ എല്ലാ സിനിമകളും ഞാൻ ഓരോ തവണയും ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു സിനിമയാണ് ഈ ഒരു സിനിമയും ഒറ്റ തവണയെ കാണാൻ പറ്റുള്ളൂ. അത്രയധികം ഇൻറ്റൻസ് ആയിട്ട് ഇമോഷൻസ് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ആടുജീവിതം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം എടുത്ത എഫേർട്ട് ഇനി ആൾ ഇങ്ങനെ ഒരു പടം ചെയ്യില്ല 100% ഉറപ്പാണ്. കാരണം അത്രയധികം അദ്ദേഹം, എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഒന്ന് രണ്ട് സീനിൽ അദ്ദേഹം വളരെയധികം സ്കെൽട്ടനായിട്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു പരുവത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത് ഗോഡ്, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഗോകുൽ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയിലെ ഒരു പയ്യനാണ്. ആ പയ്യന്റെ കഥാപാത്രത്തിന്റെ പേര് ഹക്കീം എന്നാണ്. ആ പയ്യൻ അഭിനയിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ഈ ഒരു പയ്യൻ ഇന്ത്യൻ ആക്ടറാണോ എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ലെവലിലുള്ള പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ ആ പയ്യന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ കണ്ണ് തള്ളിപ്പോയി. അവൻ്റെ ആദ്യത്തെ പടമാണിത്. ഗോകുലൊക്കെ എന്തായാലും ഇനിയുള്ള സിനിമകളിൽ കയറിപ്പോന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവനെ ആ ഒരു രീതിയിൽ ബ്ലെസ്സി സാറ് പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതെന്തായാലും പറയാതെ വയ്യ. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി സുനിൽ എന്ന് പറയുന്ന ആൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഓസ്കാർ ലെവലിലുള്ള പരിപാടികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഫ്രെയിംസ് ഞാനിപ്പോൾ എന്താ പറയുക, നേരത്തെ നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബനിൽ വിഷ്വൽസ് വന്നിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറത്തൊരു 100 മടങ്ങ് സെറ്റപ്പിൽ നിൽക്കുന്ന വിഷ്വൽസാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. അതിന് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, ഇതിൽ പൃഥ്വിരാജ് പറയേണ്ടായി ഹാൻസ് സിമ്മറിനെ സമീപിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻസ് സിമ്മറിൻ്റെ ടീമിനായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവരായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ സാധിച്ചോ, അദ്ദേഹത്തിന് ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആദ്യം അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ജസ്റ്റ് തള്ളിയതായിരിക്കും, AR റഹ്മാൻ അങ്ങോട്ട് പൊക്കി വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒറ്റ സീനിലൊരു സ്കോറുണ്ട്. അതായത് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷ നൽകുന്നൊരു സമയത്ത് പൃഥ്വിരാജിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. പൃഥ്വിരാജ് ഒരു ഓട്ടോ ഓടും. ആ ഒരു സമയത്ത് ഫ്ലൂട്ട് വെച്ചിട്ട് AR റഹ്മാൻ ഒരു പരിപാടി അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നു, കണ്ണിന്ന് വെള്ളം വന്നു പോകുന്ന പറഞ്ഞാൽ എന്നെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെയാണ് സീൻ ബൈ സീൻ 2-3 സീനുകളിൽ ഞാൻ ശരിക്കും കരഞ്ഞു എന്നുള്ള ലെവലിൽ വരെ എത്തിയതാണ്. പിന്നെ പറയേണ്ടത് അമല പോൾ നാട്ടിലെ ഭാര്യ സൈനു എന്ന് പറയുന്ന ഭാര്യയായിട്ടാണ് വരുന്നതൊക്കെ. ആ ഒരു ക്യാരക്ടർ അവർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനാരും ഒന്നും മോശം പറയാനില്ല. ഏത് മേഖല എടുത്താലും ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ശ്രീകർ പ്രസാദാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ട്രാൻസിഷൻ സീൻസ് ഉണ്ട്, എന്ത് ഭംഗിയായിട്ടാണ് അത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പൊ എഡിറ്റ് ചെയ്ത് മറയ്ക്കാൻ പാകത്തിനൊന്നുമില്ല, പക്ഷെ ഓരോ ട്രാൻസിഷൻ സീൻസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പരിപാടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സീനാണ്, മറ്റേ ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാമ്പിന്റെ ഒരു സീന് കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ആ സീന് കണ്ടിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ശ്വാസം നിന്ന് പോകുന്നൊരവസ്ഥ, അതുപോലത്തെ ഒരു പരിപാടി. അതുപോലെ തന്നെ ചുഴലിക്കാറ്റ് വരുന്ന മണൽക്കാറ്റടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഓപ്പണിംഗ് ഷോട്ടിലൊരു ചെറിയൊരു ഉരുളങ്കല്ല് ഇങ്ങനെ ഉരുണ്ട് വീഴുന്നൊരു ഷോട്ട്, അതൊന്നും മറക്കാൻ പറ്റില്ല. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഫ്രെയിമുകളൊന്നായിരിക്കും ആ ഒരു സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ ആടുകളും പൃഥ്വിരാജും തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങളൊരു ആടിനെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സംഭവം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്രയ്ക്കധികം അറ്റാച്ച്ഡ് ആയി, എനിക്ക് ശരിക്കും റിയലി അവർ ശരിക്കും അറ്റാച്ച്ഡ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു സീനുണ്ട് അതിനകത്തൊരു ഇവൻ്റെ നിസ്സഹായ സമയത്ത് ഒരു ആട്, എന്താ പറയുക, അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ശരിക്ക് വണ്ടറടിച്ചു പോയി ശരിക്കും ആ ഒരു സീനൊക്കെ കണ്ടിട്ട്. അതുപോലെ തന്നെ ഓരോ ഷോട്ടുകൾ, ഒരു ആഫ്രിക്കക്കാരൻ വരുന്നുണ്ട്,
അയാളൊക്കെ എമ്മാതിരി പെർഫോമൻസ്. ഒരു സമയത്ത് അയാൾ നായകനാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയ്ക്കധികം സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത്. ഒരു രക്ഷയില്ല. ഇതിലും ഭംഗിയായിട്ടൊരു ഇതുപോലത്തെ ഒരു സ്റ്റോറി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. കണ്ടിട്ടില്ലെങ്കിൽ വൻ നഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു സിനിമ വേറൊരു KGF അല്ലെങ്കിൽ ഒരു മാസ് പടം എന്നൊന്നും വിചാരിച്ചാരും കാണാൻ പോകരുത്. കാണാൻ പോയില്ല എന്നറിയാം. എന്നാലും KGF ശേഷം ഇത്രയധികം കയ്യടി കിട്ടിയിട്ടുള്ളൊരു സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയിട്ടില്ല. ഞാൻ ആക്ച്വലി VB എന്നൊക്കെ കണ്ടിറങ്ങുന്ന സമയത്ത് അങ്ങനെ കയ്യടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത്രയധികം കയ്യടി കിട്ടിയിട്ടുള്ളൊരു സിനിമ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഓസ്കാർ ലെവലിലുള്ള പരിപാടികളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രൊമോഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു ഇൻ്റർനാഷണൽ അവാർഡ് എന്തായാലും കിട്ടാതിരിക്കില്ല, അത് ഉറപ്പാണ്. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡൊക്കെ എന്തായാലും തൂക്കും, അത് 100% ഉറപ്പ്. പൃഥ്വിരാജ് ഒരു സീനിലൊക്കെ എൻ്റെ പൊന്ന്, ഞാൻ ഇയാൾ എങ്ങനെയാണ് ഈ സീനൊക്കെ അഭിനയിക്കാൻ സമ്മതിച്ചത് എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊന്നും സെൻസർ ചെയ്യാതെ തന്നെയാണ് ഇറക്കി വിട്ടിരിക്കുന്നതൊക്കെ. സാധാരണ നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ മലയാള സിനിമയിലൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല അതെന്തായാലും. സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു സർവൈവൽ സ്റ്റോറി, ആടുജീവിതം വായിക്കാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ബുക്ക് വായിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.